Hi and welcome to the new video. ഈ വീഡിയോയിൽ ഞാൻ ഫേസ് ഡിഫറൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഫേസ് ഡിഫറൻസ് എന്നുള്ള വാക്കൊക്കെ. എനിവേ നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പോൾ നമുക്ക് അറിയാം സൈൻസോയിഡൽ എ സി ആണ്, ആൾട്ടർനേറ്റിംഗ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന രീതിക്കാണ് അധികവും നമ്മൾ വേവ് ഫോമുകൾ വരച്ച് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാം ഈ കറക്റ്റ് ഒറിജിനിൽ തന്നെ തുടങ്ങണം എന്നില്ല. ചില വേവുകൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് ശേഷമായിരിക്കും തുടങ്ങുക, ചിലപ്പോൾ അതിന് മുന്നേ ആയിരിക്കും വരച്ചിട്ടുണ്ടാവുക. ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ വേവ്സ് വരുമ്പോൾ അവരെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയുക ഫേസ് ഡിഫറൻസ് എന്നുള്ള യൂസേജ്. അപ്പോൾ അത് ഡിഫറൻസ് ഇൻ ഫേസ് ആണ്. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തുടങ്ങുന്നതും അല്ലെങ്കിൽ മാക്സിമത്തിൽ എത്തുന്നതൊക്കെ ഒരുമിച്ചാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ. ഇപ്പോൾ ഈ രണ്ട് വേവുകൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ V1 വരച്ചിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് V ആണ്. അതേ സെയിം മാഗ്നിറ്റ്യൂഡുള്ള വേറൊരെണ്ണം വരച്ച് വെച്ചിട്ടുണ്ട് V2 എന്ന് പറഞ്ഞിട്ട്. ബട്ട് അവിടെ ഒരു വ്യത്യാസം കാണാം. V1 ഒറിജിനിൽ തുടങ്ങുമ്പോൾ V2 കുറച്ച് നീങ്ങിയിട്ടാണ്, ഒരു തീറ്റ റേഡിയനോ അല്ലെങ്കിൽ ആംഗിളോ എന്താ ഡിഗ്രിയോ എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നുള്ളൂ ഈ V2 എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇവരെ കമ്പയർ ചെയ്യാന്ന് പറയാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, അത് നമ്മൾ മറക്കരുത്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. ഈ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഫേസറുകളാണ്. ഫേസറുകളാകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ എത്ര വലിയ ഇതിൽ ചിത്രമൊന്നും വരച്ച് കൊണ്ടു നടക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഇതിലേക്ക് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചിത്രം വരിക ശരിക്കും എന്താ പറയുക, നമ്മൾ ഈ ഒരു നീങ്ങി വരച്ചിട്ടുള്ള വേവും കൂടി ഇതിൽ വേണമെങ്കിൽ എനിക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്കാണ് വരിക. ഓക്കെ. ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഇവിടെ ആ തീറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മാക്സിമാലൊക്കെ സെയിം തന്നെയാണ്. ബട്ട് കുറച്ച് ഷിഫ്റ്റ് ആയിട്ടാണ് എന്ത് പോകുന്നത്, V2 എന്ന് പറയുന്നത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ സെയിം കാര്യം ഫേസ് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റെഫറൻസ് ആയിട്ട് വരയ്ക്കും. ഇപ്പോൾ അത് ഞാൻ തൽക്കാലം ഇവിടെ എളുപ്പത്തിന് എന്ത് വരയ്ക്കുന്നു, V1 ഒറിജിൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം V1 വരച്ചു. ഇനി തീറ്റ എന്ന് പറയുന്നത് ആഫ്റ്റർ തീറ്റ, V2 എന്ന് പറയുന്നത് ആഫ്റ്റർ തീറ്റയാണ് V1 ശേഷം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം V2 എന്ന് പറയുന്നത് ഇതിന് പിന്നിലാണ് എന്നാണ്. പിന്നിലാണ് ഈ V2 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവിടെ നമ്മൾ ഉപയോഗിക്കുക V2 ലാഗ്സ് എന്നാണ് പറയുക, ലാഗ് ചെയ്യുക എന്നാണ് പറയുക. ലാഗ് ചെയ്തിട്ടാണ് V2 വരുന്നത്. അതായത് V1 പീക്കിൽ എത്തിക്കഴിഞ്ഞ് കുറച്ച് തീറ്റ കഴിഞ്ഞിട്ടാണ് V2 പീക്കിൽ എത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഗ് ഫേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഇൻ ഫേസ് ഉണ്ടെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ചല്ല പോകുന്നത്, ഒരു ഫേസ് ഇൻ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വോൾട്ടേജ് ഈസ് നോൺ ആസ് ഫേസ് ഡിഫറൻസ്. ഓക്കെ. ഡിഫറൻസ് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ദി ടു ഫേസേഴ്സ് ഈസ് നോൺ ആസ് ദി ഫേസ് ഡിഫറൻസ്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് തീറ്റ. അപ്പോൾ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ V1 വരച്ചു. അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഞാൻ ആദ്യം എന്താണ് വരയ്ക്കുന്നത്, V1 ആണ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് V1. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ എടുക്കുന്നത്. അതിൽ നിന്നും തീറ്റ ഡിഗ്രി പിന്നിലായിട്ട് വേണം ആര് വരാൻ, V2 വരാൻ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ എന്ത് വരയ്ക്കാൻ പറ്റും, ഇതിനെ ഫേസറായിട്ട് വരയ്ക്കാൻ പറ്റും ആ ഒരു വേവ് ഫോമിനെ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് ആവണം, ഇതിൻ്റെ ഫ്രീക്വൻസി സെയിം ആവണം. ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കമ്പാരിസൺ പോസിബിൾ അല്ല. എൻ്റെ രണ്ട് ഫ്രീക്വൻസി ആണെങ്കിൽ എപ്പോഴും ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകില്ല. മാഗ്നിറ്റ്യൂഡ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് വിഷയമുള്ള കാര്യമില്ല. ബട്ട് ഫ്രീക്വൻസി ഹാസ് ടു ബി ദ സെയിം. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ കേസ് അവിടെ കാണിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ വേറൊരു കേസിൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ താഴെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കേസ് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പെക്യുലാരിറ്റി വരുന്നത്, ഒന്ന് V ആണ്, I ആണ്. യെല്ലോ Vയും മറ്റേ ഗ്രീൻ Iയും ആണ്. വോൾട്ടേജും കറണ്ടാന്ന് ചോദിച്ചു. ഒന്ന് V sin 𝜔t, I sin 𝜔t ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ രണ്ടിൻ്റെ എന്തല്ല സെയിം അല്ല. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഫ്രീക്വൻസി എന്താണ് സെയിം ആണ്. ഇനി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ വെച്ച് തുടങ്ങുന്നു, രണ്ടാളും ഒരുമിച്ച് പീക്കിലെത്തുന്നു, വീണ്ടും ഒരുമിച്ച് 0 ആണ്, ഒരുമിച്ച് പീക്ക്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, ഫേസ് ഡിഫറൻസ് അവിടെ ഇല്ല. തീറ്റ ഈക്വൽ ടു 0 റേഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രി ആണ്. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് അവിടെ ഒരു ഡിഫറൻസ് ഇൻ ഫേസ് അവിടെ വരുന്നില്ല എന്നാണ്. അപ്പോൾ ഡിഫറൻസ് ഇൻ ഫേസ് വരുന്നില്ലെങ്കിൽ രണ്ടുപേരും ഒറ്റ ലൈനിൻ്റെ ഒറ്റ ഇതായിട്ട് വരും. അതായത് ഞാനിപ്പോൾ ആദ്യം വരയ്ക്കുന്നത് എന്താ പറയുക, വോൾട്ടേജിൻ്റെ ഇതാണെങ്കിൽ ഇപ്പോൾ വോൾട്ടേജ് ആദ്യം വരച്ചു. ഇനി അടുത്ത് കറണ്ട് വരയ്ക്കണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ ഫേസ് ഡിഫറൻസ് വെച്ച് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കേണ്ടി വരും. ബട്ട് മാഗ്നിറ്റ്യൂഡ് കുറവായിട്ട് കറണ്ട് വരയ്ക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഒരു കേസ് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി ജസ്റ്റ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്.
വേറൊരു എക്സാമ്പിളായിട്ട് അപ്പം അതിനെ ഇൻ ഫേസ് എന്നാണ് വിളിക്കുക. രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതുകൊണ്ട് അതിനെ ഇൻ ഫേസ് എന്നുള്ള രീതിക്കാണ് വിളിക്കുക. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടിയും ജസ്റ്റ് വരയ്ക്കാം. ദിസ് ഈസ് ഒമേഗ ടി. ഇവിടെ ഞാൻ ഒരു വോൾട്ടേജും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വോൾട്ടേജ് വരയ്ക്കാം. സൈൻ വേവ്, ഇത് വോൾട്ടേജ്. ഇനി ഞാനൊരു കറണ്ടും കൂടി അവിടെ തന്നെ വരയ്ക്കുന്നുണ്ട്. കറണ്ട് വരയ്ക്കാം. ഇതാണ് കറണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, വോൾട്ടേജിന് കറണ്ടിനും ഇടയിൽ എഗെയിൻ ഇവിടെ എന്തുണ്ട്, ഒരു ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബട്ട് വോൾട്ടേജ് ഒറിജിനിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ കറണ്ട് എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, അതിന് കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് മുന്നേ പീക്ക് എത്തി, അതിന് ശേഷമാണ് വോൾട്ടേജ് എന്തെത്തുന്നുള്ളൂ, പീക്ക് എത്തുന്നുള്ളൂ. ഈ ഒരു കേസിൽ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഇതിന് എന്തുണ്ട്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസ് ഡിഫറൻസ് ഈസ് തീറ്റ. ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങിയത് ശരിക്ക് ആരാണ്, കറണ്ടാണ്. അപ്പോൾ അതിനെ ലീഡ് ചെയ്യുക എന്നാണ് പറയുക. അതായത് ഐ ലീഡ്സ് വോൾട്ടേജ് വി ബൈ ആൻ ആംഗിൾ തീറ്റ എന്ന് പറയും. അപ്പോൾ അത് നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ആദ്യം ഞാൻ വോൾട്ടേജ് വരച്ചു. ഓക്കെ, ഈ വോൾട്ടേജിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ വരുന്നത്. ആ വോൾട്ടേജിനായിട്ട് കറണ്ട് ഒരു തീറ്റ ആംഗിൾ ലീഡ് ചെയ്യണമെങ്കിൽ കറണ്ട് എങ്ങനെ വരണം, മുന്നിൽ പോകണം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ ഡയറക്ഷൻ. ഇവിടെ ആയിരിക്കണം നമ്മുടെ കറണ്ട് വരുന്നത് അറ്റ് എൻ ആംഗിൾ തീറ്റ. ഇതാണ് ഫേസർ വെച്ചിട്ട് നമ്മളിത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് ലാഗിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ അവിടുത്തെ ലാഗിങ്ങിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഏതാണ് ലാഗ് ചെയ്യുന്നത്, ഇവിടെ V2 ലാഗ്സ് അല്ലേ. ഈ കേസിൽ എടുത്തു കഴിഞ്ഞാൽ V2 ഇതിന് ശേഷമാണ്. അപ്പോൾ V2 ലാഗ്സ് V1 ബൈ തീറ്റ. നേരെ തിരിച്ചും പറയാം, V1 ലീഡ്സ് V2 ബൈ തീറ്റ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്.